വിജയകുമാർ, ഈ ചൂരൽമലയിലാണ് നമ്മുടെ ദൗത്യം ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പിന്നീട് അട്ടമലയിലേക്ക് എത്താൻ കഴിഞ്ഞു. ക്ഷമിക്കണം, മുണ്ടക്കയിലേക്ക് എത്താൻ കഴിഞ്ഞു. ഈ അട്ടമല എന്ന സ്ഥലത്ത് എത്രത്തോളം എത്താൻ കഴിഞ്ഞു? അവിടുത്തെ സാഹചര്യം എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് എത്രത്തോളം വിവരങ്ങൾ ലഭ്യമാണ്? ഈ അട്ടമലയുടെ കാര്യത്തിൽ ഈ പ്രാദേശിക രക്ഷാപ്രവർത്തകർക്ക് പോലും കൃത്യമായ വിവരങ്ങളില്ല. അവിടെ എത്രത്തോളം ദുരന്തം ഉണ്ടായിട്ടുണ്ട്, അവിടെ പൂർണ്ണതോതിൽ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെട്ട മേഖലയായി അത് മാറിയിട്ടുണ്ടോ എന്നും അവർക്ക് അറിയാൻ കഴിയില്ല. അവിടെ നിന്നൊക്കെ വന്ന ആളുകളിൽ പലരും, അതായത് അവിടെ നിന്നൊക്കെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പലരും. അവർ നൽകിയ വിവരങ്ങൾ മാത്രമാണ് ഇവരുടെ പക്കലുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ കാര്യമായ തോതിൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനിയിപ്പോൾ നാളത്തെ പകല് ഈ ദൗത്യത്തിന്റെ ഒരു ഭാഗം അത്തരം ഏരിയയിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരുമോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ അവിടെ അങ്ങനെ വലിയ തോതിൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മുണ്ടക്കൈ എന്ന് പറയുന്ന മേഖല വളരെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിൽ ആദ്യം നമ്മൾ അറിഞ്ഞത് അവിടെ ആളുകൾക്ക് കാര്യമായ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഒരു ഭാഗം മുഴുവൻ അവിടെ ഒരു നോമാൻസ് ലാൻഡായി മാറി എന്നത് പിന്നീടാണ് അറിഞ്ഞത്. അപ്പോഴാണ് അവിടേക്ക് ആളുകൾ പോവുകയും അവിടെ മൃതദേഹങ്ങൾ അവിടെ ഉള്ള കാര്യം അറിയിക്കുകയും ചെയ്തത്. അതിപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് തീർന്നിട്ടില്ല. ഞാനിപ്പോഴും നിൽക്കുമ്പോഴും എന്റെ കൺമുന്നിലൂടെ റോപ്പ് വേയിലൂടെ ആളുകളുടെ ജീവനത്തെ ശരീരം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കരുതിയതിനപ്പുറത്തേക്ക് അവിടെ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം വിവരങ്ങൾ, അത്തരം കണക്കുകൾ ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ ഒരു ഏജൻസിയുടെ പക്കലുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നേവി, ആർമി, ഇപ്പോഴുള്ള കോസ്റ്റ് ഗാർഡ് ഉണ്ട് ഇവിടെ, അതുപോലെ എയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്. അപ്പോൾ വിവിധ ഏജൻസികൾ സംയുക്തമായി ഇപ്പോൾ ഈ ദൗത്യത്തിൽ ഒരേ മനസ്സോടെ ഒരു നെയ്യോടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചയാണ്, ഒരു ആശ്വാസ കാഴ്ച ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ദൗത്യം പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴും ഏതാണ്ട് 1000-ഓളം ആളുകളെ എന്നാണ് ഔദ്യോഗിക കണക്ക്, അങ്ങനെ അനൌദ്യോഗിക കണക്ക്. ഇതിനോടകം കാര്യമായ പ്രശ്നങ്ങളില്ലാതെ അവിടെ നിന്ന് കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ആളുകൾ അവിടെ ഉണ്ടോ, അവരുടെ അവസ്ഥ എന്താണ്, മണ്ണിനടിയിൽ നിശ്ചലമായവർ എത്ര എന്നത് സംബന്ധിച്ച വിവരങ്ങളില്ല. ഇനിയിപ്പോൾ റവന്യൂ വകുപ്പൊക്കെ അത്തരം കണക്കെടുക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ജില്ലാ ഭരണകൂടവുമൊക്കെ ബന്ധപ്പെട്ടപ്പോൾ വൈകിയാണെങ്കിലും അത്തരം കണക്ക് തരാം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് കാത്തിരിക്കാം. അതുവരെ ഈ മിസ്സിംഗ് കേസുകൾ നമ്മളുടെ മുന്നിൽ എത്തുന്നത് നമുക്ക് ഈ രക്ഷാപ്രവർത്തകരുമായി പങ്കുവയ്ക്കാം. അതെ, അങ്ങനെ പങ്കുവെക്കുന്നതിലൂടെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നുള്ളതാണ് വിജയകുമാർ നമ്മളും നോക്കുന്നത്. മിസ്സിംഗ് കേസുകൾ വരുന്നു. ഇപ്പോൾ അഹന്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ചിത്രം അഹന്യയുടെ അച്ഛൻ പങ്കുവച്ചിട്ടുണ്ട്. അഭിലാഷ് ഇട്ടിരിക്കുന്നതാണ് ഈ ചിത്രം. അഹന്യയെ കാണാതായിരിക്കുന്നു. അഹന്യയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അറിയിക്കേണ്ട ഫോൺ നമ്പറും 8606002364 എന്ന ഫോൺ നമ്പറും അദ്ദേഹം ഈ ചിത്രത്തിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. അഹന്യ ചൂരൽമലയിലാണ്, വിവരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കൂ എന്നാണ് പിതാവ് അഭിലാഷ് ഇട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നൂറുകണക്കിന് ആളുകളെ കുറിച്ചിട്ട് വിവരങ്ങൾ കിട്ടാതിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിനൊടുവിൽ ഇനി ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏത് രൂപത്തിലായിരിക്കും പുറത്തു വരിക എന്നത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ആശങ്കയായി നിൽക്കുന്നു. രക്ഷാദൗത്യത്തിന് എത്താൻ പറ്റുന്ന ഇടങ്ങളിലേക്കൊക്കെ അവരുടെ സഹായഹസ്തം എത്തിയിട്ടുണ്ട്. അവരെ കുറേ പേരെയെങ്കിലും ഈ മറുകരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചൂരൽമലയിലാണ് രക്ഷാദൗത്യം തുടക്കത്തിൽ കേന്ദ്രീകരിച്ചത്. പിന്നീട് അത് മുണ്ടക്കൈയിലേക്ക് മാറി. അതിനുശേഷം ഇപ്പോഴും അട്ടമലയിലെ സാഹചര്യം എന്താണെന്നത് കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. എങ്കിലും വലിയ ഒരു ദുരന്തം അട്ടമലയിൽ ബാധിച്ചിട്ടില്ല എന്നുള്ള സൂചനകളാണ് നേരത്തെ വിജയകുമാറിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ റിപ്പോർട്ടിലുള്ളത്. വിജയകുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. വിജയൻ, ഇന്നിപ്പോൾ ഈ രക്ഷാദൗത്യം എവിടെയും നിർത്താതെ, അതായത് ഈ രാത്രി മുഴുവൻ രക്ഷാദൗത്യം തുടരുക എന്നതാണോ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം? 5 മന്ത്രിമാർക്കാണ് ഈ പ്രദേശത്തെ രക്ഷാദൗത്യത്തിന്റെ ചുമതല എന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. ഇവരിൽ ആരെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? രക്ഷാദൗത്യം ഏകോപനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം? രാത്രി മുഴുവൻ ഇത് തുടരുക എന്നതാണോ? ഗോപി, കാലാവസ്ഥ കാര്യമായ പ്രശ്നങ്ങളില്ല. അപ്പൊ വലിയ മഴ ഇപ്പോഴിവിടെ ഇല്ല. ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പറ്റുന്ന ക്രമീകരണം, അപ്പൊ വെളിച്ചമടക്കം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നേരത്തെ വലിയ കോടമഞ്ഞ് ഈ മേഖലയാകെ വ്യാപിച്ചിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, കാഴ്ച മറയ്ക്കുന്ന തരത്തിലേക്ക് അതും ഉണ്ടായില്ല. അപ്പോൾ ചുരുക്കത്തില് ഇപ്പോൾ ഉള്ള വിവരം അനുസരിച്ച് ഈ ദൗത്യം കുറെ സമയം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മുണ്ടക്കൈയില് അവർ കണ്ടെത്തി എന്ന് അവർ പറഞ്ഞ മൃതദേഹമൊക്കെ ഇക്കരെ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ അവർ തയ്യാറായേക്കുമെന്ന് തോന്നുന്നു. രാത്രിയിൽ അങ്ങോട്ട് വീണ്ടും പോകാനുള്ള സാധ്യത
കുറവാണ്. പക്ഷേ എന്തായാലും അത് എത്തിക്കുന്നത് വരെയെങ്കിലും ഇത് ഈ ദൗത്യം തുടരാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഇവിടെ ആംബുലൻസുകൾ ഈ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ട്, മറ്റ് ക്രമീകരണങ്ങൾ വാഹനങ്ങളൊക്കെ ഉണ്ട്. താൽക്കാലിക ആശുപത്രികള്, ക്യാമ്പുകള്, മെഡിക്കൽ ക്യാമ്പുകൾ ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം സൂക്ഷിക്കുന്നതിനുള്ള ഫ്രീസറുകളൊക്കെ ആശുപത്രികളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഈ പല കേന്ദ്രങ്ങളിലേക്കും എന്ന് വെച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ഇവിടെ ഈ പല ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫ്രീസറുകളിലേക്ക് സൂക്ഷിക്കുന്നതിനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തില് എല്ലാ സംവിധാനങ്ങളും കാര്യക്ഷമമായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കുറെ സമയം കൂടി ഈ രക്ഷാദൗത്യം തുടരാനാണ് സാധ്യത. എപ്പോൾ അവസാനിപ്പിക്കും എന്നതിൽ അങ്ങനെ ഒരു മറുപടി ഒന്നും ആരും നൽകിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ മന്ത്രിമാരെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ എത്തിയ ശേഷം കണ്ടിരുന്നില്ല. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസിലെയും ഫയർഫോഴ്സിലെയും ആർമിയുടെയും ഒക്കെ സേനാ വിഭാഗങ്ങളുടെ പ്രതിനിധികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യക്ഷമമായി ആ ജോലി അവിടെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി അതിലില്ല. അപ്പോൾ ഏകോപനം നടക്കുന്നുണ്ട് നന്നായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഈ നമുക്ക് വേണമെങ്കിൽ ഈ ദൗത്യം ഇന്ന് രാത്രി കുറെ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അങ്ങനെ കാര്യമായ മഴയില്ല. ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. വലിയ അതിതീവ്ര മഴയുടെ മണിക്കൂറുകൾ കടന്നുപോയി എന്ന് വേണമെങ്കിൽ ചെറിയ ആശ്വാസം നമുക്കുണ്ട്. ഇനി അത് വലിയ മഴമേഘങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ചുരുക്കത്തിൽ ദൗത്യം ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ മൃതദേഹം, ജീവനില്ലാത്ത ശരീരം ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ജോലിയാണ് തുടരുന്നത്. അതിനപ്പുറത്തേക്കുള്ള തിരച്ചിൽ ഇനി നാളെ മാത്രമേ അവിടെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തകരും അതാണ് പറയുന്നത്.